നമുക്കെന്നേ ചാള വറുത്ത് വിനാഗിരി ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അച്ചാറൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ വെച്ച് ചൂടാക്കിയൊക്കെ കൂട്ടാൻ പറ്റും. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാളയെല്ലാം ഞാൻ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വരഞ്ഞ് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീനെല്ലാം മുരിഞ്ഞ് ഞാൻ വറുത്ത് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിലോട്ട് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലോട്ട് വിനാഗിരി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് കിട്ടാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അത് ഗ്രേവി ആക്കിയ ശേഷം കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ വറുത്ത് നമ്മുടെ ഫ്രൈ പാനില്ല അതിലോട്ട് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മീനെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.